ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനൊന്ന് നോക്കുന്നത്, ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ്, നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാനാണ് പോകുന്നത്. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് മജീഷ്യൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ആഗ്രഹത്തിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം അതിയായി ആഗ്രഹിച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തത് ഫുൾ കാർഡാണ്. അപ്പോൾ എന്തോ പാസ്റ്റിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു, അവിടെ ഒരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിന് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അടുത്ത 10 ഓഫ് കപ്സ് ആണ്. അതൊരു ഫാമിലി ആയിരിക്കാം, ഫാമിലിയോടൊപ്പം ചേർന്ന് നിൽക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി റിയൂണിയൻ ആയിരിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് കൂടുതലും ഒന്നുകിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ജീവിച്ചവരായിരിക്കാം. അതായത് വിത്ത് ഫിസിക്കൽ ഇൻറ്റിമസി ജീവിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. അതുകൊണ്ടാണ് 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വീണ്ടും ഇതൊരു ഫാമിലി കാർഡാണ്. അത് വീണ്ടും നിങ്ങൾ ആ ഒരു ഫാമിലിയിലേക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസും കൂടി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ആ പണത്തിന് വേണ്ടിയിട്ടും ആ പേഴ്സണിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുവാണ്. ആ ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു ഫാമിലി പോലെയുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫാമിലി അല്ലെങ്കിൽ ഫാമിലി. 7 ഓഫ് കപ്സ് വീണ്ടും പറയുന്നു, അവിടെ ഒന്നിലധികം കാര്യങ്ങൾ, ബന്ധം മാത്രമല്ല, അവിടെ മറ്റ് പല കാര്യങ്ങളും അതിൽ ഇൻവോൾവഡ് ആണെന്ന് കാണുന്നുണ്ട്. പല കാര്യങ്ങളിലായിട്ട് ഷാറ്റേഡ് ആണ് നിങ്ങളുടെ ചിന്തകൾ. നെക്സ്റ്റ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നഷ്ടബോധമാണ്. കടുത്ത നഷ്ടബോധത്തിലാണ് ഉള്ളത്. അത് നിങ്ങളെ വല്ലാതെ മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പലതരം ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം തന്നെ നിങ്ങളുടെ മാനസികമായ പ്രശ്നത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ മാനസിക പ്രശ്നവും ശാരീരിക പ്രശ്നവും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു തോട്ട് കൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ വേണ്ടാത്ത കുറേ ഇമോഷൻസിനെ ആയിരിക്കാം, ഓർമ്മകളെ ആയിരിക്കാം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ചിലരിലേക്ക് ചെല്ലാനുള്ള ത്വരയുണ്ടെങ്കിലും നിങ്ങളായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ സന്തോഷമെല്ലാം മറ്റൊരാളിൽ നിക്ഷിപ്തമാണ്, അവർ വന്നാൽ മാത്രമേ സന്തോഷിക്കൂ എന്നൊരു ഫീലിങ്ങിലായിരിക്കാം നിങ്ങളുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കറൻറ്റ് എനർജി ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. റെസനേറ്റ് ചെയ്യുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.